ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPM-ൽ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ BJP പ്രവേശനം മുതൽ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയും കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിനെ തിരുവല്ലയിൽ തോൽപ്പിക്കുവാൻ വേണ്ടി പാർട്ടി നേതാക്കൾ തുനിഞ്ഞിറങ്ങിയത് വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് പാർട്ടി ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വർഗീയ ശക്തികളാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നുമുള്ള പരാമർശങ്ങൾ CPM-നെ വരിഞ്ഞു മുറുക്കുകയാണ്. CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വിപിൻ സി ബാബു BJP-യിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമേൽപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സംഘടനാ പർവം യോഗത്തിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുങ്കത്തിന്റെയും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെയും സാന്നിധ്യത്തിലാണ് വിപിൻ സി ബാബുവിന് അംഗത്വം നൽകിയത്. ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ്, AN രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. CPM വർഗീയ ശക്തികളുടെ നിയന്ത്രണത്തിലാണെന്ന് CPM പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന ഏരിയ കമ്മിറ്റി അംഗം വിപിൻ സി ബാബു പറഞ്ഞു. പാർട്ടി ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയ ശക്തികളാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. മതനിരപേക്ഷതയില്ലാതെ പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ CPM നേരിട്ട ദയനീയ പരാജയം എല്ലാവരും കണ്ടതാണ്. G സുധാകരന് പോലും ഇപ്പോൾ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ. ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് പാർട്ടി. ഇനി പാർട്ടിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആലപ്പുഴയിൽ ആയിരക്കണക്കിന് പേർ പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിലാണ്. ഈ സമ്മേളന കാലം കഴിയുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടും. വർഗീയ ശക്തികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമാണ് G സുധാകരനുള്ള ഈ അവഗണന. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും പാലക്കാട്ടെ തോൽവിയും മൂലം കടുത്ത പ്രതിസന്ധിയിലായ BJP നേതൃത്വത്തിന് ഏറെ ആശ്വാസമാണ് CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഈ കടന്നുവരവ്. കൂടുതൽ CPM നേതാക്കൾ BJP-യിലേക്ക് വരുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. G സുധാകരൻ ഉൾപ്പെടെ പാർട്ടിയിൽ അതൃപ്തി ഉണ്ടെന്ന് സുരേന്ദ്രൻ വിശദീകരിച്ചു. ആലപ്പുഴയിലെ അതൃപ്തിയുള്ള കൂടുതൽ CPM നേതാക്കൾ BJP-യുമായി അടുക്കുന്നുണ്ടെന്ന സൂചനയാണ് സുരേന്ദ്രൻ നൽകുന്നത്. കൊല്ലത്ത് CPM-ലെ വിഭാഗീയത പരിഹരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയതിന് പിന്നാലെയാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് BJP-യിൽ ചേർന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റാണ് വിപിൻ സി ബാബു. ഭാര്യ വിപിനെതിരെ പാർട്ടിക്കും പോലീസിലും ഗാർഹിക പീഡന പരാതി നൽകിയതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ഇതിനിടെ മുതിർന്ന CPM നേതാവ് G സുധാകരനെ ഒഴിവാക്കി CPM ഏരിയ സമ്മേളനം നടത്തിയത് പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട്. അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്നാണ് സുധാകരനെ ഒഴിവാക്കിയത്. ഉദ്ഘാടന ചടങ്ങിലേക്കും പൊതുസമ്മേളനത്തിലേക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. G സുധാകരന്റെ പറവൂരിലെ വീടിന് തൊട്ടടുത്താണ് CPM ഏരിയ സമ്മേളനം നടക്കുന്നത്. നേരത്തെ CPM-ന്റെ ആലപ്പുഴയിലെ യുവ നേതാവായിരുന്ന TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയാണെന്ന് G സുധാകരന്റെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. CPI നേതാവ് മുല്ലക്കര രത്നാകരന്റെയും സാന്നിധ്യത്തിലായിരുന്നു സുധാകരന്റെ തുറന്നുപറച്ചിൽ. അസാധാരണമായ നടപടിയിൽ CPM-ലെ പരസ്യ പ്രതിഷേധത്തിന് പിന്നാലെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. ലോക്കൽ കമ്മിറ്റി പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. പിന്നാലെയാണ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഒരു രീതിയിലുമുള്ള വിഭാഗീയ പ്രവർത്തനം അനുവദിച്ചു കൊടുക്കില്ല എന്ന കൊല്ലം ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ മറ്റൊരു സംഭവ വികാസത്തിൽ പാലക്കാട് കുഴിഞ്ഞാമ്പാറയിലെ വിമതർ പാർട്ടി വിരുദ്ധ ഓഫീസ് തുടങ്ങിയതും പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. പാർട്ടിക്ക് ഏറെ വേരോട്ടമുള്ള കരുനാഗപ്പള്ളിയിൽ ഇനി പാർട്ടി പ്രവർത്തനങ്ങൾ ഒരു അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും നയിക്കുന്നത്. ഈ അഡ്ഹോക് കമ്മിറ്റി അടുത്ത പാർട്ടി സമ്മേളനത്തിൽ ഇവർ ആരെന്ന് തീരുമാനിക്കും. പെട്ടെന്ന് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത് മുഖം രക്ഷിച്ചെങ്കിലും വളർന്നു വരുന്ന വിഭാഗീയത വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് വലിയ തലവേദനയാകുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.